നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇസ്രയേലിൽ സ്ഫോടന പരമ്പര. ടെൽ അവീവിന് സമീപമുള്ള ബാറ്റിയം നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി നിർത്തിയിട്ടിരുന്ന 3 ബസുകൾ സ്ഫോടനം. ഭീകരാക്രമണമെന്ന് ഇസ്രയേൽ. ഇന്ത്യൻ വംശജൻ കാഷ് പട്ടേൽ FBI തലവൻ. അമേരിക്കയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർ ഏത് ഗ്രഹത്തിലിരുന്നാലും വേട്ടയാടപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകി കാഷ് പട്ടേൽ. വിഴിഞ്ഞം തുറമുഖം, ഔട്ടർ റോഡ് അടക്കം കേരളത്തിലെ റോഡ് വികസനത്തിന് 50,000 കോടി രൂപ പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. പ്രഖ്യാപനം കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ ഓൺലൈനായി പങ്കെടുത്ത്. വിവാഹ നിയമത്തിൽ ചരിത്രപരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കി UAE. സ്ത്രീകൾക്ക് അവരുടെ രക്ഷിതാവ് വിസമ്മതിച്ചാലും ഇഷ്ടമുള്ള പങ്കാളികളെ വിവാഹം കഴിക്കാം. 3ാം ലോക മഹായുദ്ധം വിദൂരമല്ലെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ അമേരിക്ക $21 മില്യൺ ധനസഹായം നൽകിയത് ഇന്ത്യയ്ക്കല്ല, ബംഗ്ലാദേശിനെന്ന് രേഖകൾ. മൂലധന നേട്ട നികുതി വരുമാനത്തിലുള്ള വർധനവ്. ജനുവരിയിൽ UKയുടെ പൊതു ധനകാര്യത്തിൽ 15.4 ബില്യൺ പൗണ്ടിന്റെ വർധനവുണ്ടാക്കിയതായി ധനകാര്യ വകുപ്പ്. ഉക്രൈൻ യുദ്ധത്തിൽ നിന്നും റഷ്യ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി. വർദ്ധിക്കുന്ന തിരക്കിനെ നേരിടാനൊരുങ്ങി ദുബായ് വിമാനത്താവളം. തിരക്ക് പരമാവധി കുറയ്ക്കുന്നതിന് വിമാനത്താവളത്തിലേക്ക് തിരിച്ചും ദുബായ് മെട്രോ ഉപയോഗിക്കാൻ യാത്രക്കാരോട് നിർദ്ദേശം നൽകി വിമാനത്താവള അധികൃതർ. ഇനി സൗദി അറേബ്യയുടെ ഔദ്യോഗിക കറൻസി റിയാലിന് പുതിയ ചിഹ്നം. കുവൈറ്റിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടി. വാണിജ്യ വകുപ്പിലും ഏജൻസികളിലും കുവൈറ്റ് പൗരന്മാർ അല്ലാത്തവരെ ജോലിക്ക് നിയമിക്കുന്നതിന് പൂർണ്ണമായി നിർത്തലാക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി ഖലീബ് അൽ അജീൽ. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അപകടകരമാകുന്ന 119 ആപ്പുകൾ നിരോധിച്ച് ഇന്ത്യൻ സർക്കാർ. വാർത്തകൾ വിശദമായി. ഇസ്രയേൽ സ്ഫോടന പരമ്പര. ടെൽ അവീവിന് സമീപമുള്ള ബാറ്റിയം നഗരത്തിലെ വിവിധ ഇടങ്ങളിലായി നിർത്തിയിട്ടിരുന്ന 3 ബസുകളിലാണ് സ്ഫോടനം നടന്നത്. ഭീകരാക്രമണമാണ് നടന്നതെന്ന് സംശയിക്കുന്നതായി ഇസ്രയേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. സ്ഫോടനത്തിൽ ആളപായമില്ല. 2 ബസുകളിൽ നിന്നും കണ്ടെത്തിയ ബോംബുകൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർവീര്യമാക്കി. ഇതിനെ തുടർന്ന് ജനങ്ങളോട് ജാഗ്രത പാലിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹമാസ് ബന്ദികളാക്കിയവരിൽ മരിച്ച 4 പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്ത് മണിക്കൂറുകൾക്കകമാണ് സ്ഫോടനം നടന്നത്. മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇന്ത്യൻ വംശജനുമായ കാഷ് പട്ടേലിനെ FBI തലവനായി US സെനറ്റ് തെരഞ്ഞെടുത്തു. നേരത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇദ്ദേഹത്തെ FBI തലവനായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. നിയമനിർവഹണത്തിൽ മാത്രമല്ല, രാഷ്ട്രീയ ചർച്ചകളിലും അദ്ദേഹത്തിന്റെ നിയമനം ചർച്ചയാവുകയാണ്. ട്രംപിന്റെ വിശ്വസ്തനിൽ ഒരാളാണ് കാഷ് പട്ടേൽ. ആദ്യ ട്രംപ് സർക്കാരിന്റെ നാഷണൽ ഇന്റലിജൻസ്, പ്രതിരോധ വകുപ്പ് എന്നിവയുടെ ഉപദേഷ്ടാവായിരുന്നു ഇദ്ദേഹം. അമേരിക്കയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർ ഏത് ഗ്രഹത്തിൽ വേട്ടയാടപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകി ഫെഡറൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ മേധാവി കാഷ് പട്ടേൽ. അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയായിരുന്നു മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇന്ത്യൻ വംശജനുമായ കാഷ് പട്ടേലിന്റെ പ്രതികരണം. FBIക്ക് ചരിത്രപരമായ ഒരു പാരമ്പര്യമുണ്ട്. സുതാര്യവും ഉത്തരവാദിത്വമുള്ളതും നീതിയോട് പ്രതിബദ്ധതയുള്ളതുമായ ഒരു FBI അമേരിക്കൻ ജനത അർഹിക്കുന്നു. നീതിന്യായ വ്യവസ്ഥയുടെ രാഷ്ട്രീയവൽക്കരണം പൊതുജന വിശ്വാസത്തെ ഇല്ലാതാക്കി. പക്ഷേ അത് ഇന്ന് അവസാനിക്കുകയാണെന്നും കാഷ് പട്ടേൽ എക്സിൽ കുറിച്ചു. വിഴിഞ്ഞം തുറമുഖം, ഔട്ടർ റോഡ് അടക്കം കേരളത്തിലെ റോഡ് വികസനത്തിന് 50,000 കോടി രൂപ പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കൊച്ചിയിൽ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 896 കിലോമീറ്റർ ദൈർഘ്യമുള്ള 31 പുതിയ പദ്ധതികളാണുള്ളത്. ടൂറിസമാണ് കേരളത്തിന്റെ ഹൃദയം. ആയുർവേദം ഉൾപ്പെടെയുള്ള മേഖലകൾ സമ്പന്നമായതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് കേരളത്തിലേക്ക് വരുന്നത്. ഈ സാധ്യതകൾ വിപുലപ്പെടുത്തേണ്ടതുണ്ട്. ടൂറിസം വികസനത്തിന് റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ സംസാരിക്കവെയാണ് ഗഡ്കരിയുടെ പ്രഖ്യാപനങ്ങൾ. 6,500 കോടി ചെലവിൽ ദേശീയപാത 544 അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള എറണാകുളം ബൈപ്പാസ് 6 വഴിയാക്കൽ. 5,000 കോടി രൂപ ചെലവിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള പ്രധാന കോറിഡോറായ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്. കൊല്ലത്തെയും തമിഴ്നാട്ടിലെയും ചെങ്കോട്ടൈ, തെങ്കാശി, തിരുനെൽവേലി തുടങ്ങിയ പ്രധാന നഗരങ്ങളുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന പാത എന്നിവയുടെ പ്രവൃത്തി 3 മാസത്തിനകം ആരംഭിക്കുമെന്ന് ഗഡ്കരി ഉറപ്പ് നൽകി. വിവാഹ നിയമത്തിൽ ചരിത്രപരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കി UAE. സ്ത്രീകൾക്ക് അവരുടെ രക്ഷിതാവ് വിസമ്മതിച്ചാലും ഇഷ്ടമുള്ള പങ്കാളികളെ വിവാഹം കഴിക്കാമെന്നതാണ് പുതുതായി വരുന്ന നിയമം. ഏപ്രിൽ 15 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. വിവാഹ സമ്മതം, കസ്റ്റഡി, പ്രായപരിധി, വിവാഹ മോചന നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിയമങ്ങളിലാണ് മാറ്റങ്ങൾ വരുന്നത്. വിദേശികളായ മുസ്ലിം സ്ത്രീകൾ അവരുടെ രാജ്യത്തെ നിയമം വിവാഹത്തിന് ഒരു രക്ഷിതാവ് വേണമെന്ന് നിഷ്കർഷിക്കുന്നില്ലെങ്കിലും അവരുടെ വിവാഹത്തിന് രക്ഷിതാവിന്റെ സമ്മതം ആവശ്യമില്ലെന്ന് നിയമം വ്യക്തമാക്കുന്നു. നിയമപരമായ വിവാഹപ്രായം 18 വയസ്സാണെന്നും പുതിയ ഡിക്രി നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഗാസയിലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി വ്യാഴാഴ്ച 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന് കൈമാറി ഹമാസ്.
കൈമാറിയതിൽ 2 കുട്ടികളുടെ മൃതദേഹങ്ങളുമുണ്ട്. ഷിരി ബിബാസ്, ഇവരുടെ 2 ആൺകുട്ടികൾ, 83 വയസ്സുകാരനായ ലിഫ്ഷിറ്റ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഹമാസ് തിരികെ നൽകിയത്. 2023 ഒക്ടോബർ 7-ന് ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിനു ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു മൃതദേഹം കൈമാറ്റം നടക്കുന്നത്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റിയുടെ പ്രതിനിധികളാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത്. മൂന്നാം ലോക മഹായുദ്ധം വിദൂരമല്ലെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ തന്റെ നേതൃത്വം ഈ യുദ്ധത്തെ തടയുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണം തുടർന്നിരുന്നു എങ്കിൽ ലോകം ഇതിനകം തന്നെ യുദ്ധം സംഘർഷത്തിലാകുമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മിയാമിയിൽ നടന്ന FII ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. മൂന്നാം ലോക മഹായുദ്ധം കൊണ്ട് ആർക്കും ഒരു ലാഭവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ അമേരിക്ക $21 മില്യൺ ധനസഹായം നൽകിയത് ബംഗ്ലാദേശിന് നിന്ന് രേഖകൾ പുറത്തുവന്നു. നേരത്തെ ഈ തുക ഇന്ത്യയ്ക്കാണ് US നൽകിയതെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. 2014 നടന്ന ബംഗ്ലാദേശിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് $13.4 മില്യൺ ചെലവാക്കപ്പെട്ടത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ സഹായം ലഭിച്ചതായി ബംഗ്ലാദേശ് ഔദ്യോഗിക വൃത്തങ്ങൾ നേരത്തെ തന്നെ സമ്മതിച്ചു. 2024 ഓഗസ്റ്റ് മാസത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന സർക്കാർ അട്ടിമറിക്കപ്പെട്ടിരുന്നു. ഇന്ത്യയിലേക്കുള്ള ഫണ്ട് റദ്ദാക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് നീക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വിശദീകരണവുമായി രംഗത്ത് വന്നതോടെയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയായത്. മൂലധന നേട്ട നികുതി വരുമാനമുള്ള വർധനവിൽ ജനുവരി UK-യിൽ പൊതുധനകാര്യത്തിൽ £15.4 ബില്യൺ വർധനവ് ഉണ്ടാക്കിയതായി ധനകാര്യ വകുപ്പ്. ഡിസംബറിൽ മാന്ദ്യത്തിനു ശേഷം പൊതുധനകാര്യത്തിൽ £17.8 ബില്യൺ കമ്മി രേഖപ്പെടുത്തി. നഗര സാമ്പത്തിക വിദഗ്ധരും സർക്കാരിന്റെ സ്വതന്ത്ര ഓഫീസ് ഫോർ ബഡ്ജറ്റ് റെസ്പോൺസിബിലിറ്റിയും കഴിഞ്ഞ മാസത്തെ കണക്ക് £20 ബില്യൺ മിച്ചം കാണിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. ഉക്രൈൻ യുദ്ധത്തിൽ നിന്നും റഷ്യ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി വിമർശിച്ചു. ഈ സംഘർഷത്തിൽ യൂറോപ്പ് ഒരു നിർണായക ഘട്ടത്തിലാണെന്നും റഷ്യ ഒരു പരീക്ഷണത്തെ അഭിമുഖീകരിക്കുന്നു എന്നും ദക്ഷിണാഫ്രിക്കയിൽ നടന്ന G20 വിദേശകാര്യ മന്ത്രിതല യോഗത്തിൽ ലാമി പറഞ്ഞു. UN ചാർട്ടറുമായി പൊരുത്തപ്പെടുന്ന സമാധാനം മാത്രമായിരിക്കും നീതിപൂർവകമെന്നും നിലനിൽക്കുന്നതുമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വിമർശിച്ച് ടെസ്ല മേധാവിയും വൈറ്റ് ഹൌസ് ഉപദേശകനുമായ ഇലോൺ മസ്ക്. 3 വർഷം മുമ്പ് റഷ്യ-യുക്രൈൻ യുദ്ധം നടക്കുന്നതിനിടെ സെലൻസ്കി വോഗ് ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്തതിന് എതിരെയാണ് മസ്കിന്റെ വിമർശനം. വോഗ് കവർ ഫോട്ടോ ഉൾപ്പെടുത്തിയ എക്സിലെ പോസ്റ്റിനുള്ള മറുപടി നൽകിക്കൊണ്ടാണ് മസ്കിന്റെ എക്സ് പോസ്റ്റ്. യുദ്ധഭൂമിയിൽ കുട്ടികൾ മരിച്ചു വീഴുമ്പോഴാണ് അദ്ദേഹം ഇത് ചെയ്തത് എന്ന കുറിപ്പോട് കൂടിയായിരുന്നു മസ്ക് പോസ്റ്റ് പങ്കുവച്ചത്. സെലൻസ്കിയുടെയും ഭാര്യ ഒലീന സെലൻസ്കിയുടെയും ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വ്ലോഗ് ഫോട്ടോഷൂട്ട് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആനി ലിബോവിറ്റ്സ് ആണ് എടുത്തത്. ഫെഡറൽ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഡോഗിന്റെയും ശ്രമങ്ങളെ പ്രശംസിച്ച് എലോൺ മസ്ക്. PSCയിൽ സംസാരിക്കവെയായിരുന്നു മസ്കിന്റെ അഭിപ്രായ പ്രകടനം. കഴിഞ്ഞ ദിവസം IRS 6000 പേരെ പിരിച്ചുവിട്ടിരുന്നു. കൊമേഴ്ഷ്യൽ സെക്രട്ടറി ഹോൾവാർഡ് ലുഡ്നിക് സംസാരിച്ചിരുന്നു. ട്രംപിന്റെ ലക്ഷ്യം ഇന്റേണൽ റവന്യൂ സർവീസ് നിർത്തലാക്കുകയും പുറത്തുനിന്നുള്ള എല്ലാവരും പണം നൽകാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതാണെന്നും ലുഡ്നിക് കൂട്ടിച്ചേർത്തു. ട്രംപ് ഭരണകൂടത്തിന് US ഫെഡറൽ തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നത് തുടരാമെന്ന് US ജില്ലാ ജഡ്ജി ക്രിസ്റ്റഫർ കൂപ്പർ. വിധി വന്നതിന് പിന്നാലെ വ്യാഴാഴ്ച മുതൽ IRS ഏകദേശം 7000 തൊഴിലാളികളെ പിരിച്ചുവിടാൻ തുടങ്ങി. ഗവൺമെന്റ് ജോലി ചെയ്യുന്ന 2.3 ദശലക്ഷം ആളുകളിൽ പലരുടെയും ജോലി വെട്ടിക്കുറയ്ക്കുന്നത് തടയാനുള്ള തൊഴിലാളി യൂണിയനുകളുടെ ശ്രമം അദ്ദേഹം നിരസിച്ചു. ട്രംപിന്റെ എക്സിക്യൂട്ടീവ് നടപടികൾ അമേരിക്കൻ സമൂഹത്തിന്റെ വ്യാപകമായ മേഖലകൾ കുഴപ്പം സൃഷ്ടിക്കാറുണ്ടെന്നും 16 പേജുള്ള ഉത്തരവിൽ ജഡ്ജി വ്യക്തമാക്കുന്നുണ്ട്. വർദ്ധിക്കുന്ന തിരക്കിനെ നേരിടാനൊരുങ്ങി ദുബായ് വിമാനത്താവളം. ദുബായിൽ നടക്കുന്ന വിവിധ അന്താരാഷ്ട്ര പ്രദർശനങ്ങൾക്കൊപ്പം സ്കൂൾ അവധി ദിനങ്ങൾ കൂടി വന്നതോടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വരും ദിനങ്ങൾ തിരക്കേറിയതാകും. തിരക്ക് പരമാവധി കുറയ്ക്കുന്നതിന് വിമാനത്താവളങ്ങളിലേക്കും തിരിച്ച് ടെർമിനലിലേക്കും 1-നും 3-നും ഇടയിലുള്ള ദുബായ് മെട്രോ ഉപയോഗിക്കാൻ യാത്രക്കാരോട് വിമാനത്താവളം അധികൃതർ നിർദ്ദേശം നൽകി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഫെബ്രുവരി 20-നും 28-നും ഇടയിൽ 2.5 ദശലക്ഷത്തിലധികം സന്ദർശകരെ സ്വാഗതം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തിങ്കളാഴ്ച ഇറ്റലി സന്ദർശിക്കും. സന്ദർശന വേളയിൽ അദ്ദേഹം പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ചർച്ചകൾ നടത്തും. സമ്പദ്വ്യവസ്ഥ, നിക്ഷേപം, പുനരുപയോഗ ഊർജ്ജം, നൂതന സാങ്കേതിക വിദ്യ, AI, സാംസ്കാരിക കൈമാറ്റം എന്നീ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. UAEയും ഇറ്റലിയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഭാഗമായാണ് ചർച്ചകൾ നടക്കും.
സൗദി വിഷൻ 2030 ഭാഗമായി സൗദി അറേബ്യയുടെ ഔദ്യോഗിക കറൻസിയായ റിയാലിന് പുതിയ ചിഹ്നം പുറത്തിറക്കി. റിയാലിന്റെ ചിഹ്നത്തിന് സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ഔദ്യോഗിക അംഗീകാരം നൽകി. ഇത് രാജ്യത്തിന്റെ ദേശീയ കറൻസിയുടെ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു നാഴികക്കല്ലാണെന്നും സൽമാൻ രാജാവ് പറഞ്ഞു. അറബിക് കാലിഗ്രാഫി ഉപയോഗിച്ചാണ് ചിഹ്നം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അറബിക് കാലിഗ്രാഫിയിൽ റിയാൽ എന്ന് വായിക്കാവുന്ന രീതിയിലാണ് ചിഹ്നം. ഇത് ആദ്യമായാണ് റിയാലിന് ഒരു ഔദ്യോഗിക ചിഹ്നം പുറത്തിറക്കുന്നത്. കുവൈറ്റിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെ പ്രവാസികൾക്ക് തിരിച്ചടിയാവുന്ന തീരുമാനവുമായി വാണിജ്യ മന്ത്രാലയം. ഇനി മുതൽ വിദേശി ജീവനക്കാരെ നിയമിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാകും കുവൈറ്റ് ഭരണകൂടം പുതിയ തീരുമാനം നടപ്പിലാക്കുക. വാണിജ്യ മന്ത്രാലയത്തിൽ മാത്രമല്ല, മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സർക്കാർ ഏജൻസികളും കുവൈറ്റ് പൗരന്മാർക്ക് അല്ലാത്തവരെ ജോലിക്ക് നിയമിക്കുന്നത് പൂർണ്ണമായി നിർത്തലാക്കുമെന്നും വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജീൽ പ്രഖ്യാപിച്ചു. തായ്ലൻഡിന്റെ അതിർത്തിക്കടുത്ത് മ്യാൻമാറിലെ അനധികൃത തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് തായ്ലൻഡിന്റെ ആന്റി ട്രാഫിക് ഏജൻസിയുടെ തലവൻ പറഞ്ഞു. തട്ടിപ്പുകാർ സെന്ററുകൾ നടത്തി അനധികൃത ഇടപാടുകൾ നടത്തുന്നതുമായി എല്ലാ വിദേശ പൗരന്മാരും തിരിച്ചയക്കാൻ മാസങ്ങൾ എടുത്തേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സമീപ ആഴ്ചകളിലായി തായ്ലൻഡ് ഇത്തരം അഴിമതി തട്ടിപ്പ് കേന്ദ്രങ്ങൾക്കെതിരെ അതിർത്തി കടന്നുള്ള വൈദ്യുതി ഇന്ധന വിതരണം എന്നിവ വിച്ഛേദിച്ചു. 2021 മുതൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായ മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന തായ്ലൻഡ് സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അഭയാർത്ഥികളും യാത്രക്കാർക്കും തലവേദനയാണ്. ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാൻഡിനും ഇടയിലുള്ള കടലിൽ ചൈനീസ് യുദ്ധക്കപ്പലുകൾ ലൈവ് ഫയർ അഭ്യാസം നടത്തിയതോടെ ഇതുവഴിയുള്ള വ്യോമപാതയിലെ ഗതാഗതം തിരിച്ചുവിട്ടു. 2 ദിവസം മുമ്പ് പ്രദേശത്ത് ചൈനീസ് യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം കണ്ടെത്തിയ ഓസ്ട്രേലിയ ആശങ്ക അറിയിച്ചിരുന്നു. ഇതോടെ ഡ്രില്ലിന്റെ വിവരം ചൈനീസ് നാവികസേന ഓസ്ട്രേലിയൻ പ്രതിരോധ വകുപ്പിനെ അറിയിച്ചു. അന്താരാഷ്ട്ര നിയമപ്രകാരമാണ് ഡ്രിൽ നടത്തിയതെന്നാണ് ചൈനയുടെ അവകാശവാദം. ഡൊണാൾഡ് ട്രംപ് ഉക്രൈനിൽ അവകാശവാദം ഉന്നയിക്കുന്നതിന്റെ ഒരു കാരണം കൂടി പുറത്തു വന്നു. ഡൊണാൾഡ് ട്രംപിനെതിരെ മോശം പരാമർശങ്ങൾ നടത്തുന്നത് നിർത്താനും രാജ്യത്തിന്റെ ധാതുസമ്പത്തിന്റെ പകുതി യുഎസിന് കൈമാറുന്ന ഒരു കരാറിൽ ഒപ്പിടാനും യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാട്സ് ഉക്രൈനോട് ആവശ്യപ്പെട്ടു. അതിന് ഉക്രൈൻ മുതിരാത്തത് അംഗീകരിക്കാനാവില്ല എന്ന് മൈക്ക് വാട്സ് വ്യക്തമാക്കി. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യുഎസിനെതിരെ തന്റെ വിമർശനം കുറയ്ക്കുകയും യുഎസുമായുള്ള കരാറിനെ സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യണമെന്ന് മൈക്ക് വാട്സ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു. എണ്ണയും വാതകവും ഉൾപ്പെടെയുള്ള വാഷിംഗ്ടണിൽ $500 ബില്യൺ മൂല്യമുള്ള പ്രകൃതി വിഭവങ്ങൾ നൽകാൻ കരാർ ഉക്രൈനോട് നിർദ്ദേശിക്കുന്നു. ഫിലിപ്പീൻസിലെ കൊതുകിനെ പിടിച്ച് വില്ലേജ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ ജനങ്ങൾക്ക് ക്യാഷ് റിവാർഡ് ലഭിക്കും. ഡെങ്കിപ്പനി പടരുന്നത് തടയുന്നതിനായാണ് മെട്രോപൊളിറ്റൻ നിലയിലെ അഡീഷണൽ ഹിൽസ് ഗ്രാമത്തിലെ നിവാസികൾക്ക് വില്ലേജ് ഉദ്യോഗസ്ഥർ ഈ ഓഫർ നൽകിയിരിക്കുന്നത്. പിടികൂടുന്ന ഓരോ 5 കൊതുകൾക്കും ഒരു ഫിലിപ്പീൻ പെസോ കൈയോടെ നൽകും. പ്രദേശത്തെ ഡെങ്കിപ്പനി കേസുകളുടെ വർധനവ് മൂലമാണ് ഗ്രാമം പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഗ്രാമം ചെയർമാൻ കാർലിറ്റോ സെർണൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. രാജ്യത്ത് ഡെങ്കു കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ജനുവരിയിൽ ആരോഗ്യ വകുപ്പ് 28,000-ലധികം കേസുകൾ രേഖപ്പെടുത്തി. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അപകടകരമാകുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കെതിരെയും കർശന നടപടി സ്വീകരിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഇത്തരം 119 ആപ്പുകൾ വീണ്ടും സർക്കാർ നിരോധിച്ചു. IT നിയമത്തിലെ സെക്ഷൻ 69A പ്രകാരമാണ് IT മന്ത്രാലയം ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആപ്പുകൾ ബ്രിട്ടൻ, ഓസ്ട്രിയ, സിംഗപ്പൂർ, അമേരിക്ക എന്നിവ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വഞ്ചന കേസിൽ മഹാരാഷ്ട്ര കൃഷി മന്ത്രിയും NCP നേതാവുമായ മണികണ്ഠ റാവു കൊക്കഡയ്ക്ക് നാസിക് കോടതി 2 വർഷം തടവും 50,000 രൂപ പിഴയും വിധിച്ചു. സഹോദരൻ സുനിൽ കൊക്കഡയെയും കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. 1995-ലെ വ്യാജരേഖ ഉണ്ടാക്കി സർക്കാർ കോട്ടയിൽ ഇരുവരും ഫ്ളാറ്റ് സ്വന്തമാക്കിയെന്നാരോപിച്ച് മുൻ മന്ത്രി TS ദിഖോള നൽകിയ പരാതിയിലാണ് കേസ്. കേസിൽ അപ്പീൽ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 109.75 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.72 രൂപ, ഒരു യൂറോ 90.84 രൂപ, ഒരു പൗണ്ട് 1.27 US ഡോളർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇസ്രയേലിൽ സ്ഫോടന പരമ്പര. ടെൽ അവീവിന് സമീപമുള്ള ബാറ്റിയം നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി നിർത്തിയിട്ടിരുന്ന 3 ബസ്സുകൾ സ്ഫോടനം. ഭീകരാക്രമണമെന്ന് ഇസ്രയേൽ. ഇന്ത്യൻ വംശജൻ കാഷ് പട്ടേൽ FBI തലവൻ. അമേരിക്കയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർ ഏത് ഗ്രഹത്തിലിരുന്നാലും വേട്ടയാടപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകി കാഷ് പട്ടേൽ. വിഴിഞ്ഞം തുറമുഖം, ഔട്ടർ റോഡ് അടക്കം കേരളത്തിലെ റോഡ് വികസനത്തിന് 50,000 കോടി രൂപ പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. പ്രഖ്യാപനം കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ ഓൺലൈനായി പങ്കെടുത്ത്
വിവാഹ നിയമത്തിൽ ചരിത്രപരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കി UAE. സ്ത്രീകൾക്ക് അവരുടെ രക്ഷിതാവ് വിസമ്മതിച്ചാലും ഇഷ്ടമുള്ള പങ്കാളികളെ വിവാഹം കഴിക്കാം. മൂന്നാം ലോക മഹായുദ്ധം വിദൂരമല്ലെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ അമേരിക്ക $21 മില്യൺ ധനസഹായം നൽകിയത് ഇന്ത്യയ്ക്കല്ല, ബംഗ്ലാദേശിനെന്ന് രേഖകൾ. മൂലധന നേട്ട നികുതി വരുമാനത്തിലുള്ള വർധനവ്. ജനുവരിയിൽ യുകെയുടെ പൊതു ധനകാര്യത്തിൽ 15.4 ബില്യൺ പൗണ്ടിന്റെ വർധനവുണ്ടാക്കിയതായി ധനകാര്യ വകുപ്പ്. ഉക്രൈൻ യുദ്ധത്തിൽ നിന്നും റഷ്യ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി. വർദ്ധിക്കുന്ന തിരക്കിനെ നേരിടാനൊരുങ്ങി ദുബായ് വിമാനത്താവളം. തിരക്ക് പരമാവധി കുറയ്ക്കുന്നതിന് വിമാനത്താവളത്തിലേക്ക് തിരിച്ചും ദുബായ് മെട്രോ ഉപയോഗിക്കാൻ യാത്രക്കാരോട് നിർദ്ദേശം നൽകി വിമാനത്താവള അധികൃതർ. ഇനി സൗദി അറേബ്യയുടെ ഔദ്യോഗിക കറൻസി റിയാലിന് പുതിയ ചിഹ്നം. കുവൈറ്റിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടി. വാണിജ്യ വകുപ്പിലും ഏജൻസികളിലും കുവൈറ്റ് പൗരന്മാർ അല്ലാത്തവരെ ജോലിക്ക് നിയമിക്കുന്നതിന് പൂർണ്ണമായി നിർത്തലാക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി ഖലീബ് അൽ അജീൽ. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അപകടകരമാകുന്ന 119 ആപ്പുകൾ നിരോധിച്ച് ഇന്ത്യൻ സർക്കാർ. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TV എൻജോയ് ചെയ്യുക. പ്രവാസി സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ anandnewsdesk@gmail.com എന്ന വിലാസത്തിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 02085866511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്.